ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷയുടെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ജോബ് റിലേറ്റഡ് ടോപ്പിക്സിന്റെ MCQ ഡിസ്കഷൻ ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരാറായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങേണ്ടതാണ്. അപ്പോൾ മെയിനായിട്ട് എന്താണ് സിലബസിലുള്ളത്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്കുകളുണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്കുകളുണ്ട്, അതിന് പുറമെ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ്. എന്താണ് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ്? നമുക്കറിയാം മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ് അതിനകത്ത് മെയിനായിട്ട് വരിക. 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട്, 2019 അതിന്റെ അമെൻമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ദെൻ മോട്ടോർ ഡ്രൈവിംഗ് റെഗുലേഷൻസ്, 2017 മോട്ടോർ ഡ്രൈവിംഗ് റെഗുലേഷൻസ് പഠിക്കണം. പിന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ തന്നെ ലൈസൻസിങ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള റൂൾസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ജോബ് റിലേറ്റഡ് ടോപ്പിക്സിന്റെ ഭാഗമായിട്ട് പഠിക്കാനുണ്ട്. വളരെ കൃത്യമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് കടന്നു പോകാം. ആദ്യത്തെ കുറേ ചോദ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. തുടർന്നുള്ള വീഡിയോകളിലായിട്ട് തുടർന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ കേസ് ഓഫ് വെഹിക്കിൾ breakdown on highways and major roads, reflective warning triangle shall be placed at a distance of dash behind the broken down vehicle. 10 meters, 20 meters, 30 meters, 50 meters. എന്താ ചോദ്യം? എന്താണ്? നമ്മൾ ഹൈവേയിലോ അല്ലെങ്കിൽ മേജറായിട്ടുള്ള റോഡുകളിലോ വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ ആയാൽ ഒരു ട്രയാങ്കിൾ നമ്മൾ എടുത്ത് പ്ലേസ് ചെയ്യാറുണ്ട്. എന്നിട്ട് എന്താ പറയുക? റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾസ് എന്ന് പറയുക. ആ ട്രയാങ്കിൾ നമ്മൾ ബ്രേക്ക് ഡൗൺ ആയ വണ്ടിയുടെ കുറച്ച് ദൂരം മാറി പുറകിൽ പ്ലേസ് ചെയ്യാറുണ്ട്. എന്തിനാണ് ചെയ്യുന്നത്? മറ്റ് വാഹനങ്ങൾ അത് കണ്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ രാത്രിയിലാണെങ്കിൽ പോലും റിഫ്ലക്റ്റീവ് ആയതുകൊണ്ട് ലൈറ്റ് അടിച്ച് മനസ്സിലാക്കണം അവിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നുണ്ട് എന്നുള്ളത്. അത് എത്ര പുറകിലാണ് വെക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. 10 മീറ്റർ ആണോ, 20 മീറ്റർ ആണോ, 30 മീറ്റർ ആണോ, 50 മീറ്റർ ആണോ? ഇതിനൊക്കെ ഏതാണ്ട് കണക്കുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് അങ്ങ് വെച്ചാൽ പോരെ എന്നായിരിക്കും നമുക്ക് തോന്നുക, അല്ലേ? അങ്ങനെയല്ല. കൃത്യമായിട്ട് 2017 മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിൽ ആ ദൂരം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് എത്രയാണ്? നിങ്ങൾ കമന്റ് ചെയ്യൂ. 50 മീറ്റേഴ്സ്. ഓപ്ഷൻ ഡി 50 മീറ്റേഴ്സ് ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ പോരാ, നമ്മൾ ബ്രേക്ക് ഡൗൺ ആയ വെഹിക്കിളിൻ്റെ 50 മീറ്റർ പുറകിലേക്ക് മാറ്റി വേണം എന്ത് ചെയ്യാനായിട്ട്? ആ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ വെക്കാനായിട്ട്. ഇത് എവിടുന്നാണ് വന്നത്? ആസ് പെർ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് ആക്ട് 2017. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ 5 ചോദ്യങ്ങളും ഈ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017 നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡ്രൈവിംഗ് റെഗുലേഷൻസ്. ഇതങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗമൊന്നും അല്ല. നിങ്ങൾ ആ ആക്ട് തന്നെ എടുത്തു വെച്ചിട്ട് അങ്ങ് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് സിലബസിൽ പറയുന്നുണ്ട് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി പഠിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അമെൻമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ പ്രയോറിറ്റി വിത്തിൻ ദ കാറ്റഗറി ഓഫ് എമർജൻസി വെഹിക്കിൾ ഷാൽ ബി ആസ് ഫോളോസ്: ആംബുലൻസ്, ഫയർ സർവീസ് വെഹിക്കിൾ, പോലീസ് സർവീസ് വെഹിക്കിൾ. അതായത് 3 വെഹിക്കിൾ തന്നിട്ടുണ്ട് നമ്മുടെ മുന്നിൽ. അല്ലെങ്കിൽ ഒരു റോഡിൽ കൂടെ 3 വെഹിക്കിൾ വരികയാണ്. 1 ആംബുലൻസ് ആണ്, 2 ഫയർ സ്റ്റേഷൻ അല്ലെങ്കിൽ ഫയർ സർവീസ് വെഹിക്കിൾ ആണ്, 3 പോലീസിന്റെ വാഹനമാണ്. ഇതിൽ ഏതിനെ ആദ്യം കടത്തിവിടണം? അല്ലെങ്കിൽ ഇത് 3 ഒരു റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ മറ്റേത് നിർത്തി കൊടുത്ത് ഒരെണ്ണത്തിനെ ഓവർടേക്ക് ചെയ്ത് കയറ്റിവിടണം. അപ്പോൾ ഏതിനാണ് പ്രയോറിറ്റി കൂടുതൽ എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. ഏതിനാണ് പ്രയോറിറ്റി? ആംബുലൻസിനാണോ, ഫയർ സർവീസിനാണോ, പോലീസ് സർവീസിനാണോ? എന്തായാലും പോലീസ് വെഹിക്കിളിന് ഇത്തിരി പ്രയോറിറ്റി കുറവായിരിക്കും നമുക്കറിയാം. പക്ഷേ ആംബുലൻസിനാണോ ഫയർ വെഹിക്കിളിനാണോ കൂടുതൽ പ്രയോറിറ്റി? കാരണം ആംബുലൻസ് ഒക്കെ സൈറൻ മുറക്കി ഇങ്ങനെ പോകാറുണ്ട്. ശരിക്കും പ്രയോറിറ്റി കൂടുതൽ ഏതിനാണ്? ഫയർ സർവീസ് വെഹിക്കിളിനാണ് ഏറ്റവും പ്രയോറിറ്റി. അത് കഴിഞ്ഞാൽ ആംബുലൻസിനാണ് അടുത്ത പ്രയോറിറ്റി. മൂന്നാമതാണ് പോലീസ് വെഹിക്കിളിനുള്ള പ്രയോറിറ്റി വരിക. കാരണം ഫയർ സർവീസ് വെഹിക്കിൾ ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ടാണ് ഈ പാഞ്ഞു പിടിച്ച് പോകുന്നത്. അവർക്കാണ് കൂടിയ പ്രയോറിറ്റി. രണ്ടാമത് ആംബുലൻസ്, അതിനുശേഷമാണ് ആംബുലൻസ് വരുന്നത്, അതിനുശേഷമാണ് പോലീസ് വെഹിക്കിൾ വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രയോറിറ്റിയുടെ രീതി, അതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ ദ മീനിങ് ഓഫ് ദ വേർഡ് ട്രാഫിക് ഈസ്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമപ്രകാരം അല്ലെങ്കിൽ ആക്ടിൽ പറയുന്ന ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വെഹിക്കിൾസ് ഓഫ് എവറി ഡിസ്ക്രിപ്ഷൻ, പെഡസ്ട്രിയൻസ്, ഹെർഡഡ് ആനിമൽസ്, ഇൻക്ലൂഡ്സ് ഓൾ ഓഫ് ദി എബോ. ഏതാ ആൻസർ? ഓപ്ഷൻ എ അല്ലേ, വെഹിക്കിൾസ് ഓഫ് എവറി ഡിസ്ക്രിപ്ഷൻ. അങ്ങനല്ലേ ആൻസർ? നമ്മൾ ഇത് കാണുന്നുണ്ടേ ഓപ്ഷൻ എ അങ്ങ് കറുപ്പിക്കും, എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അതാണോ കറക്റ്റ്? അതല്ല കറക്റ്റ്. കാരണം വെഹിക്കിൾസിനെയും പെഡസ്ട്രിയൻസിനെയും ഹേർഡഡ് ആയിട്ടുള്ള റോഡിലൂടെ നടക്കുന്ന ആനിമൽസ് ഉൾപ്പെടെ എല്ലാം കൂടെ ചേർത്തിട്ട് എന്തെന്ന് പറയുന്നത്? ട്രാഫിക് എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത് ഇതെല്ലാം ഉൾപ്പെടും. സോ ഓപ്ഷൻ ഡി ഇൻക്ലൂഡ്സ് ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇൻക്ലൂഡ്സ് ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വെഹിക്കിൾ മേ ബി ഓവർടേക്കൺ ഫ്രം ദ ലെഫ്റ്റ് ഇഫ്. അതായത് ഒരു വാഹനത്തിന് എപ്പോഴാണ് ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുക? സാധാരണ ഇതുവഴിയാണ് ഓവർടേക്ക് ചെയ്യേണ്ടത് വലതുവശത്തൂടെ. ഇപ്പോൾ കാണുന്ന ചിലരൊക്കെ
എപ്പോഴെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഞാൻ സ്ഥിരമായിട്ട് ഇടതുവശത്തൂടെ ആണല്ലോ ഓവർടേക്ക് ചെയ്യുന്നത്? തെറ്റാണ്, നിയമപ്രകാരം തെറ്റാണ്. അങ്ങനെ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നിയമപ്രകാരം തെറ്റെന്ന് മാത്രമല്ല, ഇടി കിട്ടാനും സാധ്യതയുണ്ട്, നമ്മൾക്ക് ആക്സിഡന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പക്ഷേ ചില സന്ദർഭത്തിൽ നമുക്ക് ഇടതുവശത്തോടു കൂടി ഓവർടേക്ക് ചെയ്യാൻ സാധിക്കും. ആ സന്ദർഭം ഏതാണെന്ന് വളരെ വ്യക്തമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്, ആക്ടിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണത്? ഓപ്ഷൻ എ, ഏത് സാഹചര്യത്തിലാണ് ലെഫ്റ്റ് കൂടെ പോകാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ദ വെഹിക്കിൾ വിച്ച് ഈസ് ടു ഓവർടേക്ക് ആൻഡ് ദ വെഹിക്കിൾ വിച്ച് ഈസ് ടു ബി ഓവർടേക്കൺ ആർ ബോത്ത് ഡ്രൈവിംഗ് ഓൺ എ മൾട്ടി ലൈൻ റോഡ് ആൻഡ് ദ വെഹിക്കിൾ അഹെഡ് can be safely overtaken in a marked lane to the left of the vehicle being ഓവർടേക്കൺ. എന്താ ഓപ്ഷനിൽ ഏത് പറയുന്നത്? പല ഒരു മൾട്ടി ലൈൻ റോഡ്, നമ്മളിപ്പം NH ഒക്കെ പണിയൊക്കെ കഴിഞ്ഞ സ്ഥലങ്ങളുണ്ടല്ലേ, കുറേ സ്ഥലത്ത് NHന്റെ പണി കഴിഞ്ഞു. അപ്പോൾ അത് 6 വരി പാത ഇങ്ങനെ കിടക്കുകയാണല്ലേ, ഒരു ലൈനിൽ തന്നെ, അല്ലെങ്കിൽ ഒരു സൈഡിൽ തന്നെ, ഒരു സൈഡിലേക്ക് പോകാൻ തന്നെ 3 ലൈനുകളുണ്ട്. അപ്പോൾ ഇടത്തെ അറ്റത്തൂടെ സ്പീഡ് കുറഞ്ഞ വാഹനങ്ങൾ അല്ലെങ്കിൽ ഭാരവാഹനങ്ങൾ പോകണം, വലത്തെ അറ്റത്തെ ട്രാക്കിലാണ് സ്പീഡുള്ള വാഹനങ്ങൾ പോകേണ്ടതെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. പക്ഷേ എപ്പോഴും അത് പാലിക്കപ്പെടാറില്ല. അപ്പോൾ അങ്ങനെ ഈ മൾട്ടി ലൈൻ ഉള്ള റോഡുകളിൽ വേണമെങ്കിൽ സേഫായിട്ട് ഒരു വണ്ടി ഇപ്പം മിഡിലിൽ കൂടെ ആണ് പോകുന്നതെങ്കിൽ വേണമെങ്കിൽ ലെഫ്റ്റിൽ കൂടെ നമുക്ക് സേഫ് ആയിട്ട് കയറി പോകാം. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തത്, ദ വെഹിക്കിൾ ടു ബി ഓവർടേക്കൺ ഈസ് എയ്തർ ടേണിംഗ് റൈറ്റ് or making a U-turn from the center of the road and is giving a signal to turn and it would be safe to overtaken from the left. അതായത് ഒരു റോഡിന്റെ സെന്ററിൽ നിന്നിട്ട് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് ഒരു വാഹനം വലത്തേക്ക് തിരിയാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പുറകിൽ വരുന്ന ആൾ നോക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ടുണ്ട്, റൈറ്റിലേക്ക് തിരിയാൻ ഇപ്പോൾ തിരിയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് കൂടെ കടന്നു പോകാം എന്നുള്ളതും ഇതിനകത്ത് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. മൂന്നാമത്തത്, ദ വെഹിക്കിൾ ടു ബി ഓവർടേക്കഡ് ഈസ് സ്റ്റേഷനറി ആൻഡ് ഇറ്റ് ഈസ് സേഫ് ടു പാസ് ഇറ്റ് ഫ്രം ദ ലെഫ്റ്റ്. അതായത് സ്റ്റേഷനറി ആയിട്ട് നിർത്തിയിട്ടേക്കുകയാണ്, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് കൂടെ വേണമെങ്കിൽ കടന്നു പോകാം, സേഫ് ആണ് എന്നുള്ളതും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ലെഫ്റ്റ് കൂടെ പോകാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 3 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ഓൾ ഓഫ് ദി എബോവ് സർക്കംസ്റ്റാൻസ്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കേസിലും നമുക്ക് ലെഫ്റ്റ് കൂടെ പോകാനുള്ള അവകാശമുണ്ട്. നിയമത്തിൽ അതാണ് പറയുന്നത്. ഏതൊക്കെയാണ്? മൾട്ടി ലൈനിൽ കൂടെ പോകുമ്പോൾ 2 റൈറ്റിലേക്ക് ഒരു വണ്ടി നിർത്താൻ ഇൻഡിക്കേറ്റർ ഇട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് കൂടെ പോകാം. 3 ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് ലെഫ്റ്റ് കൂടെ പോകാം. ഇത്രയും കാര്യങ്ങളാണ് ലെഫ്റ്റ് കൂടെ പോകാൻ ഈ 3 സാഹചര്യത്തിൽ അല്ലാതെ പറ്റത്തില്ല കേട്ടോ. വേറെ ഒരു സാഹചര്യത്തിലും അങ്ങനെ ചെയ്ത റോഡ് പണി നടക്കുകയാണ് ലെഫ്റ്റ് കൂടെ കയറി പോകാം അങ്ങനെ നിയമമില്ല കേട്ടോ. ഒരു വണ്ടി ഇത്തിരി പെതുക്കിയാണ് പോകുന്നത്, ലെഫ്റ്റ് കൂടെ കയറി പോകാം അങ്ങനെ നിയമമില്ല. ഓക്കെ, റൈറ്റ് കൂടെ വേണം ഓവർടേക്ക് ചെയ്യാൻ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, ദ ഡ്രൈവർ ഷാൾ സ്വിച്ച് ഓൺ ദ ഫോഗ് ലൈറ്റ് ഹെഡ് ലാംപ്സ് ഓൺലി വെൻ ദ വിസിബിലിറ്റി ഈസ് കൺസിഡറബിളി അഫക്റ്റഡ് ഡ്യൂ ടു ഫോഗ്, ഡസ്റ്റ്, റെയിൻ ഓർ സ്നോ ആൻഡ് ടു ബി യൂസ്ഡ് അലോങ് വിത്ത്. ഇത് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിൽ പറയുന്നുണ്ട്. ഡിപ്ഡ് ഹെഡ് ലാംപ്സ്, ഹൈ ബീം, എക്സ്ട്രാ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്. അതായത് നമ്മൾ ഫോഗ് ലൈറ്റ് ഓൺ ആക്കേണ്ടത് എപ്പോഴാണ്? എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഫോഗ് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഡസ്റ്റ് ഉള്ളപ്പോൾ, പൊടിയുള്ളപ്പോൾ, മഞ്ഞുള്ളപ്പോൾ, അല്ലെങ്കിൽ മഴയുള്ളപ്പോൾ, അല്ലെങ്കിൽ സ്നോ ഉള്ളപ്പോഴൊക്കെയാണ് ഫോഗ് ലാമ്പ് ഓൺ ആക്കേണ്ടത്. പക്ഷേ ഫോഗ് ലാമ്പ് മാത്രം ഓണാക്കിയാൽ മതിയോ? അതിൻ്റെ കൂടെ എന്തും കൂടെ യൂസ് ചെയ്യണം. ചട്ടപ്രകാരം എന്തും കൂടെ യൂസ് ചെയ്യണം? ഹെഡ് ലാമ്പ് ഡിപ്പ് ചെയ്ത് യൂസ് ചെയ്യണം, ഹൈ ബീം യൂസ് ചെയ്യണം, എക്സ്ട്രാ ലൈറ്റ് യൂസ് ചെയ്യണം, സ്പോട്ട് ലൈറ്റ് യൂസ് ചെയ്യണം. ഏതായാലും കറക്റ്റ് ആൻസർ സ്പോട്ട് ലൈറ്റ് ആണോ അല്ലെങ്കിൽ ഹൈ ബീം ആണോ? അല്ല, ആൻസർ ഡിപ്ഡ് ഹെഡ് ലാംപ്സ് ആണ്. ഓപ്ഷൻ എ, ഡിപ്ഡ് ഹെഡ് ലാമ്പ്. അതായത് ഹെഡ് ലൈറ്റ് ഡിപ്പ് ചെയ്ത് വേണം ഫോഗ് ലാമ്പിന്റെ കൂടെ യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലേ. നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ നടക്കുമെന്നും അറിയത്തില്ല. എക്സ്ട്രാ ലൈറ്റ് കയറ്റി അതും കൂടെ വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കും. അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്. ഡിപ്ഡ് ഹെഡ് ലാമ്പ് വേണം ഫോഗ് ലൈറ്റിന്റെ കൂടെ യൂസ് ചെയ്യാൻ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിൽ പറയുന്നുണ്ട്. ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. No person shall be granted a learner's license to drive a transport vehicle unless he has held a driving license to drive a light motor vehicle for at least 2 years, 1 year, 3 years, 6 months. എന്താ ചോദ്യം? എന്താ ഇത്? എവിടെ നിന്നുള്ള ചോദ്യമാണ് ഇത്? മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നിന്നുള്ള ചോദ്യം. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഏത് ചാപ്റ്ററിൽ നിന്ന്? ചാപ്റ്റർ 2 നിന്നുള്ള ചോദ്യം. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ചാപ്റ്റർ 2 ലൈസൻസിങ് ഓഫ് ഡ്രൈവേഴ്സ് എന്നുള്ള ചോദ്യമാണ്. അതിൽ നിന്ന് തന്നെ 5 ചോദ്യങ്ങൾ വരും കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ 2 ലൈസൻസിങ് ഓഫ് ഡ്രൈവേഴ്സ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും കഴിഞ്ഞ ചോദ്യത്തിലൊക്കെ നമ്മൾ ചോദ്യം സിമ്പിളാണ്, പക്ഷേ ഒരു വലിയ സെൻറ്റൻസ് ഒക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരുമ്പോൾ നമുക്കത് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. ഇംഗ്ലീഷിൽ തന്നെയാണല്ലോ തരുന്നത്. അപ്പോൾ ചിലപ്പോൾ അർത്ഥം വായിച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ തുടർച്ചയായിട്ട് ഈ ആക്ട് വായിക്കുകയും ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുകയും ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുകയും വേണം കേട്ടോ. I+ന്റെ കോഴ്സിൽ ഉൾപ്പെടെ നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഈ കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഓടിക്കാനായിട്ട് അയാൾക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ഉണ്ടാവണം. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഒരാൾക്ക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ?
ഹെവി വെഹിക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ, ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ ഒക്കെയാണ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറയുക. അതിൻ്റെ ലൈസൻസ് എടുക്കണമെങ്കിൽ എന്ത് വേണം? ഈ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ഉണ്ടാവണം. അല്ലാതെ ഒരാൾക്ക് ഹെവി ലൈസൻസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈസൻസ് കിട്ടില്ല. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് എടുത്തിട്ട് എത്ര നാൾ ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 വർഷം കഴിയണോ, 1 വർഷം കഴിയണോ, 3 വർഷം കഴിയണോ, 6 months കഴിയണോ? ഏതാ കറക്റ്റ്? ഓപ്ഷൻ ബി 1 year ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ചാപ്റ്റർ 2 ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. 7ാമത്തെ ചോദ്യം. എ പേഴ്സൺ ഒബ്റ്റെയിനിങ് എ ഡ്രൈവിംഗ് ലൈസൻസ് ടു ഡ്രൈവ് എ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അറ്റ് ദ ഏജ് ഓഫ് കംപ്ലീറ്റിംഗ് 18 years and 1 month be effective for a period 20 years until the date on which such person attains the age of 50 years until the date on which such persons attain the age of 40 years 10 years. ഏതാ കറക്റ്റ് ആൻസർ? കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ? അതായത് ഒരാൾക്ക് 18 വയസ്സായപ്പോൾ 18 വയസ്സും 1 മാസം ഉള്ളപ്പോൾ അയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ആ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വാലിഡിറ്റി എത്രയാണ്? നമുക്കറിയാം ഇന്ത്യയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിലുള്ള മിനിമം ഏജ് എത്രയാണ്? 18 വയസ്സാണ്. ഒരു തവണ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ പിന്നെ അയാൾക്ക് ആജീവന കാലം അല്ലെങ്കിൽ അയാൾ മരിക്കുന്നത് വരെ ഡ്രൈവിംഗ് ലൈസൻസിന് വാലിഡിറ്റി ഉണ്ടോ? ഇല്ല. നിശ്ചിത ഒരു പീരീഡ് ഉണ്ട്. അതിനുശേഷം നമ്മൾ റിന്യൂ ചെയ്യണം. നമ്മൾ വീണ്ടും ടെസ്റ്റ് ഒന്നും എടുക്കണ്ട, പക്ഷേ ലൈസൻസ് റിന്യൂ ചെയ്യേണ്ടി വരും. ആ കാലാവധിയാണ് ചോദിക്കുന്നത്. 18ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഒരാൾ പിന്നെ പുതുക്കേണ്ടത് എപ്പോഴാണ്? 20 വർഷം കഴിയുമ്പോഴാണോ? അല്ല, 20 വർഷം കഴിയുമ്പോഴല്ലേ? സാധാരണ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ ലൈസൻസിന്റെ വാലിഡിറ്റി 20 വർഷമാണെന്ന്. അതാണോ കറക്റ്റ്? അതോ 50 വയസ്സാകുമ്പോഴാണോ? അയാൾ ഇനി 50 വയസ്സാകുമ്പോൾ പുതുക്കിയാൽ മതിയോ? അല്ലെങ്കിൽ 40 വയസ്സാകുമ്പോൾ പുതുക്കിയാൽ മതിയോ? അല്ലെങ്കിൽ 10 വർഷം കഴിയുന്നതിനെ പുതുക്കണോ? ഏതാ എൻ്റെ കറക്റ്റ് ആൻസർ? നമുക്കറിയാം മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 പ്രകാരം 1988 ഒറിജിനൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഇതിന്റെ ഉത്തരം ശരിക്കും 20 വർഷം എന്ന് വന്നേനെ. പക്ഷേ 2019 ഒരു മേജർ അമെൻമെന്റ് വന്നു. അത് പ്രകാരം ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി അണ്ടിൽ ദ ഡേറ്റ് ഓൺ വിച്ച് സച്ച് പേഴ്സൺസ് അറ്റൈൻ ദി ഏജ് ഓഫ് 40 years. അയാൾക്ക് 40 വയസ്സാകുമ്പോൾ മതി അയാൾ ഇനി പുതിയ ലൈസൻസ് എടുക്കേണ്ടത് കേട്ടോ. അതപ്പോൾ അങ്ങനെ തന്നെയാണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് അമെൻമെന്റും പഠിക്കണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 മാത്രം പഠിച്ചിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് 20 വർഷമാണ് അന്ന് പറഞ്ഞിരുന്നത്. 20 വർഷമാണ്. പക്ഷേ അത് പിന്നെ അമെൻഡ് ചെയ്തു. 2019 അമെൻഡ് ചെയ്തപ്പോൾ 40 വയസ്സ്, അപ്പോൾ അതായത് 40 വയസ്സിന് 30 വയസ്സിന് താഴെയുള്ള ഒരാളാണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ അയാൾക്ക് 40 വയസ്സ് വരെ അതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. അയാൾ 29ാമത്തെ വയസ്സിലാണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ പോലും 40ാമത്തെ വയസ്സിൽ അത് പുതുക്കണം എന്നുള്ളതാണ്. ആ നിയമം നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇത് ആ നിയമം തന്നെയാണ്. ഇൻ ദ കേസ് ഓഫ് എനി അതർ ലൈസൻസ് സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻസ് ആസ് ദ സെൻട്രൽ ഗവൺമെന്റ് മേ പ്രിസ്ക്രൈബ് ഇഫ് ദ പേഴ്സൺ ഒബ്റ്റെയിനിങ് ദ ലൈസൻസ് either originally or on renewal thereof has not attained the age of 30 years on the date of issue. അതായത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് 30 വയസ്സ് തികഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? ദ റിന്യൂവൽ ബി എഫക്റ്റീവ് അണ്ടിൽ ദ ഡേറ്റ് ഓൺ വിച്ച് സച്ച് പേഴ്സൺസ് അറ്റൈൻസ് ദ ഏജ് ഓഫ് 40 years. അതായത് അയാൾ 40 വയസ്സാകുമ്പോഴാണ് പിന്നീട് അത് പുതുക്കേണ്ടത്. മറ്റൊരു 29ാമത്തെ വയസ്സിൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 28ാമത്തെ വയസ്സിലാണെങ്കിൽ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ പോയി അയാൾ പുതുക്കേണ്ടത് എത്രാമത്തെ വയസ്സിലാണ്? 40ാമത്തെ വയസ്സിലാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 2ാമത്തെ കണ്ടീഷൻ ഹാസ് അറ്റൈൻഡ് ദി ഏജ് ഓഫ് 30 years. ഇനി അയാൾക്ക് 30 വയസ്സ് ആയി അല്ലെങ്കിൽ 30 വയസ്സിന് പുറത്തായി എന്നുള്ളത് വിചാരിക്കുക. ആൻഡ് ഹാസ് നോട്ട് അറ്റൈൻഡ് ദി ഏജ് ഓഫ് 50 years. അതായത് 30നും 50നും ഇടയിലാണ് ഇയാളുടെ പ്രായമെങ്കിൽ the renewal be effective for a period of 10 years from the date of such issue or renewal. അതായത് 30നും 50നും ഇടയ്ക്കാണ് ഇയാളുടെ പ്രായമെങ്കിൽ 10 വർഷത്തിന് ശേഷം അത് റിന്യൂ ചെയ്യണം. അതാണ് 2ാമത്തെ കണ്ടീഷൻ. 3ാമത്തെ കണ്ടീഷൻ ഹാസ് അറ്റൈൻ ദി ഏജ് ഓഫ് 50 years. അതായത് 50 വയസ്സ് കഴിഞ്ഞു, 50 വയസ്സ് തികഞ്ഞു, 55 ആയിട്ടില്ല. അതായത് 50നും 55നും ഇടയിലാണ് അയാളുടെ പ്രായമെങ്കിൽ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? റിന്യൂവൽ ബി എഫക്റ്റീവ് അണ്ടിൽ ദ ഡേറ്റ് ഓൺ വിച്ച് സച്ച് പേഴ്സൺ അറ്റൈൻ ദ ഏജ് ഓഫ് 60 years. അതായത് അയാൾക്ക് 60 വയസ്സാവുന്നത് വരെ, അയാൾക്ക് 60 years ഓഫ് ഏജ് ആവുന്നത് വരെ അയാൾ അല്ലെങ്കിൽ 60ാമത്തെ വയസ്സിൽ അയാൾ അത് പുതുക്കണം. അതായത് 54ാമത്തെ വയസ്സിൽ ഒരാൾ ആദ്യമായിട്ട് ലൈസൻസ് എടുക്കുകയാണ് അല്ലെങ്കിൽ റിന്യൂ ചെയ്യുകയാണ്. 54ാമത്തെ വയസ്സിലാണ് അയാൾ റിന്യൂ ചെയ്യുന്നതെങ്കിൽ 60ാമത്തെ വയസ്സിൽ അയാൾ വീണ്ടും റിന്യൂ ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം. അതും കഴിഞ്ഞ് അടുത്ത കണ്ടീഷൻ ഹാസ് അറ്റൈൻ ദി ഏജ് ഓഫ് 55 years ഓൺ ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓർ ആസ് ദ കേസ് മേ ബി റിന്യൂവൽ ദെയർ ഓഫ് ബി എഫക്റ്റീവ് ഫോർ എ പീരീഡ് ഓഫ് 5 years. അതായത് 55 വയസ്സിന് മുകളിലാണ്, 55 വയസ്സിന് മുകളിലാണ് അയാൾ ലൈസൻസ് എടുത്തപ്പോൾ ഏജെങ്കിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും അയാൾ പുതുക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നോക്കുക, 4 കണ്ടീഷനുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ 30 വയസ്സിന് താഴെയാണെങ്കിൽ അതാണ് 1ാമത്തെ കണ്ടീഷൻ. 30 വയസ്സിന് താഴെയാണെങ്കിൽ അയാൾ 40 വയസ്സാകുമ്പോൾ പുതുക്കണം. 2ാമത്തെ കണ്ടീഷൻ 30നും 50നും ഇടയിലുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ
10 വർഷമാണ് അതിൻ്റെ കാലാവധി. ഇപ്പം 31ാമത്തെ വയസ്സിലാണ് അയാൾ ലൈസൻസ് എടുക്കുന്നതെന്ന് വിചാരിച്ചോ. 31ാമത്തെ വയസ്സിലാണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ എന്താണ് 10 വർഷം, 41ാമത്തെ വയസ്സിൽ അയാളത് റിന്യൂ ചെയ്യണം. 35ാമത്തെ വയസ്സിലാണ് അയാൾ ലൈസൻസ് എടുക്കുന്നതെങ്കിൽ 45ാമത്തെ വയസ്സിൽ അത് റിന്യൂ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? മൂന്നാമത്തെ കണ്ടീഷൻ 50നും 55നും ഇടയിലാണ് അയാളുടെ പ്രായമെങ്കിൽ, അയാൾ 52ാമത്തെ വയസ്സിലാണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ റിന്യൂ ചെയ്യുന്നതെങ്കിൽ, ആദ്യത്തെ ഈ 30 വയസ്സിന് താഴെ ലൈസൻസ് കിട്ടുന്ന ആൾ റിന്യൂ ചെയ്ത് 52ാമത്തെ വയസ്സിലാണ് അടുത്ത റിന്യൂവൽ വരുന്നതെങ്കിൽ അയാൾ പിന്നെ 60ാമത്തെ വയസ്സിലാണ് പിന്നീട് റിന്യൂ ചെയ്യേണ്ടത്. നാലാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? 55ന് മുകളിലാണെങ്കിൽ 55ന് മുകളിലാണെങ്കിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും റിന്യൂ ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 4 കണ്ടീഷൻസും. ഇനിയുള്ള പരീക്ഷയ്ക്കും ഇതേ ചോദ്യം പല രീതിയിൽ തിരിച്ചും മറിച്ചും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ. 8ാമത്തെ ചോദ്യം. ആസ് പെർ ദ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988, എ ലൈസൻസ് ടു ഡ്രൈവ് എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ക്യാരിങ് ഹസാർഡസ് ഗുഡ്സ് ഈസ് ഇഷ്യൂഡ് ഫോർ എ പീരീഡ് ഓഫ്. അതായത് ട്രാൻസ്പോർട്ട് വെഹിക്കിളിന്റെ ലൈസൻസ് ആണ് ഫോർ ക്യാരിങ് ഹസാർഡസ് ഗുഡ്സ്. അതാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈസൻസ് ആണ്. ഡേഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത്തരം ലൈസൻസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എത്ര വർഷം കൊണ്ട് അത് പുതുക്കണം എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. എത്ര വർഷം കൊണ്ട് പുതുക്കണമെന്ന്? 1 ഇയർ, 2 ഇയർ, 3 ഇയർ, 5 ഇയർ. ഒറിജിനൽ ആക്ട് പ്രകാരം 1 ഇയർ ആയിരുന്നു. ഇപ്പോൾ അത് 3 ഇയർ ആക്കിയിട്ടുണ്ട്. 2019 അമെൻമെന്റ് പ്രകാരം 3 ഇയേഴ്സ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട്. ഓപ്ഷൻ സി 3 ഇയർ ആണ്. അതായത് ഹസാർഡസ് ഗുഡ്സ് ഓടിക്കുന്ന ട്രാൻസ്പോർട്ട് വെഹിക്കിൾ കേട്ടോ. ഹസാർഡസ് ഗുഡ്സ് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് വെഹിക്കിളിന്റെ കേസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 9ാമത്തെ ചോദ്യം. ഇഫ് ദി ആപ്ലിക്കേഷൻ ഫോർ ദ റിന്യൂവൽ ഈസ് മെയ്ഡ് മോർ ദാൻ dash after the driving license has ceased to be effective, the applicant has to pass the test of competence to get the driving license renewed. 1 month, 1 year, 3 years, 5 years. അതായത് നമുക്കറിയാം ലൈസൻസ് എക്സ്പയർഡ് ആവും. നമ്മൾ പുതുക്കണമെന്ന് പറഞ്ഞു. ലൈസൻസ് എക്സ്പയർഡ് ആയി ഇയാൾ പുതിയ ലൈസൻസിന് അപ്ലൈ ചെയ്തില്ല, അല്ലെങ്കിൽ എക്സ്പയർഡ് ആവുന്നതിന് മുന്നേ തന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് ചെയ്തില്ല. എത്ര കാലഘട്ടം കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ട്, അതിനുള്ളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് റിന്യൂ ചെയ്ത് കൊടുക്കണം. പക്ഷേ ആ പീരീഡും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അയാൾ വീണ്ടും എന്തെടുക്കണം? ടെസ്റ്റ് എടുക്കണം. അത് ആ പീരീഡ് എത്ര ആണ് എന്നുള്ളതാണ് ചോദ്യം. 1 മന്ത്, 1 ഇയർ, 3 ഇയർ, 5 ഇയർ. പുതിയ അമെൻമെന്റ് പ്രകാരം ആ പീരീഡ് 1 ഇയർ ആണ്. അതായത് ലൈസൻസ് എക്സ്പയർഡ് ആയി 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ പുതിയതായിട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഒന്നുകൂടെ പോയി നിങ്ങളുടെ ലൈസൻസ് ക്യാൻസൽ ആവുകയും ഒന്നുകൂടെ ടെസ്റ്റ് എടുക്കുകയും വേണ്ടി വരും. 10ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് ഓഫ് വെഹിക്കിൾസ് ഫോർ ദ പർപ്പസ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ആസ് പെർ സെക്ഷൻ 10(2) ഓഫ് ദ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988. അതായത് 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഏത് ക്ലാസ് ഓഫ് വെഹിക്കിളിന്റെ ലൈസൻസ് ആണ് ഇല്ലാത്തതെന്നുള്ള ചോദ്യം ഈ തന്നിരിക്കുന്നതിൽ. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, അഡാപ്റ്റഡ് വെഹിക്കിൾ, ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, മീഡിയം ഗുഡ്സ് വെഹിക്കിൾ. ഏതാ കറക്റ്റ് ആൻസർ? മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്നൊരു ക്ലാസ് ഉണ്ടോ? ഉണ്ട്. അത് ഇപ്പോൾ നമുക്കറിയാമല്ലേ, വിത്ത് ഗിയർ ഉണ്ട്, വിത്തൗട്ട് ഗിയറും ഉണ്ട്. അഡാപ്റ്റഡ് വെഹിക്കിൾ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടോ? അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്. എന്താണ് അഡാപ്റ്റഡ് വെഹിക്കിൾ? ഡെഫിനിഷൻസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അവർ മാറ്റം വരുത്തി ഓടിക്കുന്ന വെഹിക്കിൾസിനെയാണെന്ന് പറയുന്നത് അഡാപ്റ്റഡ് വെഹിക്കിൾസ് എന്ന്. അങ്ങനെ ഒരു ലൈസൻസ് ഉണ്ട്. ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അങ്ങനെ ഒരു ലൈസൻസ് ഉണ്ട്. നമ്മുടെ ഹെവി ഗുഡ്സ് വെഹിക്കിളൊക്കെ വരുന്നത് ട്രാൻസ്പോർട്ട് വെഹിക്കിളിന് കീഴിലാണ്. മീഡിയം ഗുഡ്സ് വെഹിക്കിൾ അങ്ങനെ ഒരു ലൈസൻസ് ഉണ്ടോ? ഇല്ല, അങ്ങനെ ലൈസൻസ് ഇല്ല കേട്ടോ. അതാണ്. അപ്പോൾ ഇത് ഈ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, മീഡിയം ഗുഡ്സ് വെഹിക്കിൾ എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ സെക്ഷനിൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറയുന്ന തരം ലൈസൻസുകൾ ഏതൊക്കെയാണ്? മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ ഉണ്ട്, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ഉണ്ട്, ഇൻവാലിഡ് ക്യാരിയേജ്. ഈ ഇൻവാലിഡ് ക്യാരിയേജ് ആണ് അഡാപ്റ്റഡ് വെഹിക്കിൾ ആയിട്ട് 2019 മാറിയത്. പണ്ടതിനെ ഇൻവാലിഡ് ക്യാരിയേജ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന ഒറിജിനൽ ആക്ടിൽ. അത് അഡാപ്റ്റഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞ് 2019 അത് മാറ്റിയിട്ടുണ്ട്. 4ാമത്തെ കാറ്റഗറിയാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. നമ്മുടെ കാറൊക്കെ ഓടിക്കുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. 5ാമത്തെ കാറ്റഗറിയാണ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. 6ാമത്തെ കാറ്റഗറിയാണ് റോഡ് റോളർ. 7ാമത്തെ കാറ്റഗറിയാണ് മോട്ടോർ വെഹിക്കിൾ ഓഫ് എ സ്പെസിഫൈഡ് ഡിസ്ക്രിപ്ഷൻ. അങ്ങനെ 7 കാറ്റഗറികളായിട്ടാണ് ലൈസൻസ് ഇഷ്യൂ ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം വരും, ഇതിനകത്ത് ഹെവി ലൈസൻസ് എന്നൊരു സംഗതി ഇല്ലല്ലോ എന്നുള്ളത്. ഹെവി ലൈസൻസ് എന്ന് നിയമത്തിൽ പറയുന്നില്ല, അങ്ങനെ ചോദ്യം വരാം കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഓഫ് എ സ്പെസിഫൈഡ് ഡിസ്ക്രിപ്ഷൻ, ഈ 2 കാറ്റഗറിയിലാണ് ഹെവി ഗുഡ്സ് വെഹിക്കിളും ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിളും ഒക്കെ വരുന്നത്. ഹെവി പാസഞ്ചർ വെഹിക്കിളും ഒക്കെ അതിനകത്താണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ 7 കാറ്റഗറികളാണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന കാറ്റഗറികൾ. ഇത് 7 എണ്ണമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം മറ്റുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുകയാണ്. താങ്ക് യു.